അർജുൻ, ഇപ്പോൾ കോടതിയിലെ വാദം എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചിട്ടുണ്ടോ? പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അഖില, അല്പസമയം മുമ്പാണ് ആ പ്രതിഭാഗത്തിന്റെ വാദം നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിജീവിതയ്ക്ക് പീഡനം നടന്ന കാലയളവിൽ പോലീസുമായി ബന്ധം ഉണ്ടായിരുന്നു. അവർ അത് ഉപയോഗപ്പെടുത്തി എന്ന തരത്തിൽ സൂചന നൽകുന്ന തരത്തിലാണ് പ്രതിഭാഗത്തിന്റെ വാദമുള്ളത്. ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തപ്പോഴും പോലീസുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് പറയുന്നു. പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് രാഹുലിനെതിരെ പരാതി കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ അതിജീവിത അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതായത് ഈ സമയ കാലയളവൊക്കെയാണ് ഇതിന് മാനദണ്ഡമായി പ്രതിഭാഗം ഇപ്പോഴും വാദിക്കുന്നത്. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇടപെടുകയും വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഒരു വിശ്വാസ്യത നേടിയെടുത്തത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറയുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ ഇപ്പോൾ അരമണിക്കൂറോളമായി വാദം പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതിഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കുമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ജാമ്യം നൽകണം, ഏത് തരത്തിലുള്ള കോടതി നിർദ്ദേശങ്ങളും പാലിക്കുമെന്നുള്ള കാര്യം പ്രതിഭാഗം കോടതിയോട് പറയുന്നുണ്ട്. അതേസമയത്ത് നമുക്കറിയാം, ഈ പരാതി വന്നിട്ട് ഒരാഴ്ചയായി. ആ ഘട്ടത്തിൽ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് സഹകരിക്കാതെ മുങ്ങി നടക്കുന്ന സമീപനം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അങ്ങനെ ഒരാളാണ് കോടതി നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും അംഗീകരിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതേസമയത്ത് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാദം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. ഈ ആരോപണം വന്ന ഘട്ടത്തിൽ അതിനുശേഷം പിന്നീട് അത് കുറച്ച് ദിവസത്തേക്ക് അന്തരീക്ഷത്തിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ദുർബലപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അതായത് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട വാദം, ഈ പ്രതി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ നിലവിലുള്ള കേസുകൾ അല്ലെങ്കിൽ അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ അത് ഇല്ലാതാക്കാനുള്ള സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട്. അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടം നടത്തും. അങ്ങനെ അത്രയും സ്വാധീനമുള്ള, ബലമുള്ള, ശക്തിയുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാൾ പുറത്തിറങ്ങി നടക്കുന്നത് ഇത്തരത്തിലുള്ള കേസുകൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ഇപ്പോൾ എതിർക്കുന്നത്. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുന്നു. ഈ പരാതി ലഭിച്ചതിന് ശേഷം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള വാദം കൂടി പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതലായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ അറിയിക്കുകയാണ്. അതായത് ഒറ്റപ്പെട്ട സംഭവമായി ഈ അതിജീവിതയുടെ ഇപ്പോൾ കോടതിക്കകത്ത് വന്നിട്ടുള്ള ഒറ്റ കേസായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയാണ്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളുടെ വ്യക്തിജീവിതത്തിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വലവിരിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രീതി എന്നുള്ള കാര്യം പറയുകയാണ്. സമാനമായിട്ടുള്ള കൂടുതൽ പരാതികൾ വരാനുള്ള സാഹചര്യത്തെ കൂടി കോടതിയെ ബോധ്യപ്പെടുത്താനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ വാദം കോടതിയിൽ തുടരുകയാണ്. അഖില. അർജുൻ, പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, വെറും വാദങ്ങൾ മാത്രമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പോലീസിനെ സമീപിക്കാമായിരുന്നില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള ദുർബല ന്യായങ്ങളാണ് പ്രതിഭാഗം അവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന തരത്തിൽ കൃത്യമായ തെളിവ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ട്. അവർ അത് കാണിക്കുകയും അവിടെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും, അല്ലേ?
തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ പറയുന്നത് പ്രധാനമായും പരസ്പര സമ്മതത്തോടെയാണ് ഇക്കാര്യത്തിൽ രണ്ടുപേർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് സമർത്ഥിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ശ്രമിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആദ്യമായി അതിജീവിതയാണ് സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നീട് പരസ്പര സമ്മതത്തോടെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത്. ബലാത്സംഗം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. ഉഭയസമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായിട്ടുള്ളത്. ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന സാഹചര്യം താൻ നടത്തിയിട്ടില്ല. ഈ പെൺകുട്ടി വിവാഹിതയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം തനിക്കല്ല എന്ന തരത്തിലാണ് പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, സംഭാഷണങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. നീ ഗർഭിണിയാകണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വന്ന സാഹചര്യം നമുക്കറിയാം. ഓഡിയോയിലൂടെ കൊലപ്പെടുത്തും അല്ലെങ്കിൽ നീ ഗർഭചിത്രം നടത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായി തന്നെ പ്രോസിക്യൂഷൻ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറ, അതിൻ്റെ സ്ഥിരീകരണം പ്രോസിക്യൂഷൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത ഇതിനോടകം തന്നെ പരിശോധിച്ച് തെളിവായി തന്നെ അത് കോടതിയെ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിക്കുന്നത്. അത് വിശദമായി കോടതി എന്തായാലും പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ക്രിമിനൽ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തരത്തിലേക്ക് പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയോട് പറയും. ബലാത്സംഗം, ഈ ഭീഷണിപ്പെടുത്തൽ, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ. അതിനെ നിശിതമായി എതിർത്തുകൊണ്ട് അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന തരത്തിൽ, അതിനെ ദുർബലമാക്കുന്ന തരത്തിലേക്ക് പ്രതിഭാഗത്തിന് എന്തായാലും വാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അവരിപ്പോഴും ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിർണായക വാദം തുടരുകയാണ്.